ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഡോക്ടേഴ്സ് ഉടനെ തന്നെ അവന്റെ ബ്ലഡ് എടുത്ത് ജനറ്റിക് ടെസ്റ്റ് നടത്തുന്നു. അതിൽ അവന്റെ ബോഡിയിൽ ലക്ഷക്കണക്കിന് ബാഡ് ജീൻസ് ഉണ്ടെന്നും 99% ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്നും കണ്ടെത്തുന്നു. അവനൊരു അനിയനും ഉണ്ടാവുന്നു. 8 വയസ്സുള്ള അനിയൻ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ 10 വയസ്സുള്ള അവനേക്കാൾ വളർച്ചയാണ്. അവനതിൽ വളരെയധികം അപ്സെറ്റ് ആണ്. ഒരു ദിവസം അവൻ അനിയനെ കൊണ്ട് സ്വിമ്മിങ്ങിനായി ബീച്ചിലേക്ക് വരുന്നു. പക്ഷെ അവൻ മുന്നോട്ട് നീന്താൻ ശക്തിയില്ലാതെ പകുതിക്ക് വെച്ച് സ്വിമ്മിംഗ് നിർത്തുന്നു. എന്നാൽ അനിയൻ അവനേക്കാൾ മുന്നിൽ നീന്തിയെത്തിയിരുന്നു. അവന് നല്ല രീതിയിൽ പഠിക്കാനും നല്ലൊരു ജോലിക്ക് പോകാനും വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ പാരന്റ്സ് അതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഒരു ദിവസം അവൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനായി വരുമ്പോൾ അവനെ യൂറിൻ ടെസ്റ്റ് നടത്താൻ പറയുന്നു. ജനിച്ചപ്പോൾ തന്നെ ഇവന്റെ ബോഡിയിൽ ബാഡ് ജീൻസ് ഉള്ളത് കൊണ്ട് അവൻ ആ ഇന്റർവ്യൂ പാസ്സാവുന്നില്ല. അവൻ വീണ്ടും തന്റെ ബ്രദറിനെയും കൊണ്ട് സ്വിമ്മിംഗ് ചെയ്യുന്നതിനായി ബീച്ചിലേക്ക് വരുന്നു. ആദ്യം അവൻ ബ്രദറിന്റെ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് മുന്നിലേക്ക് നീന്തി കയറുന്നു. പക്ഷേ ബ്രദറിനെ നീന്താൻ കഴിയാതെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. അവൻ നീന്തി വന്ന് ബ്രദറിനെ രക്ഷിച്ച് കരക്കെത്തിക്കുന്നു. ആദ്യമായി അവൻ വിജയിച്ചിരിക്കുന്നു. പിന്നീട് അവൻ ഫാമിലി ഫോട്ടോയിൽ നിന്ന് അവന്റെ ഫോട്ടോ മാത്രം കീറിയെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൻ വേറൊരാളുടെ ഐഡന്റിറ്റിയിൽ ഒരു സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം അവന്റെ ബ്രദർ അവിടെ വെച്ച് അവനെ കാണുന്നു.